ഗുരുവായൂരിലെ വഴിപാടുകൾ ഒരു ബാലനെയോ വൃദ്ധനെയോ സന്യാസിയെയോ ദൈവത്തെയോ വെറും കൈയോടെ സമീപിക്കരുതെന്നാണ് പഴമൊഴി. ഭക്തർ ഗുരുവായൂർ ദേവനെ സമീപിക്കുന്നതും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ചും അനുഗ്രഹങ്ങൾ തേടിയുമാണ്. കൃതാർത്ഥഭരിതനായി നന്ദി സൂചകപാടുകളും ഭഗവാന് നേരുന്നു. തുളസീദളം മുതൽ സ്വർണ്ണഹാരം വരെ, മഞ്ചാടിക്കുരു മുതൽ ആനകളും വാഹനങ്ങളും വരെ അവർ ഭഗവത് കാണിക്കയായി സമർപ്പിക്കുന്നു. സാധാരണ പുഷ്പാഞ്ജലി തുടങ്ങി വളരെ ചിലവേറിയ ഉദയാസ്തമയ പൂജയിൽ വരെ ഈ വഴിപാടുകൾ എത്തി നിൽക്കുന്നു. ഗുരുവായൂരത്തെ വഴിപാടുകളുടെ ഒരു പ്രത്യേകത ഗുരുവായൂർ ദേവനെ കുസൃതിക്കുട്ടനായി, കുട്ടിക്കുറുമ്പനായി, കളിക്കൂട്ടുകാരനായി കണ്ടുകൊണ്ടുള്ള വഴിപാടുകൾ ആണെന്നുള്ളതാണ്. വഴിപാടുകൾ പല വിധത്തിലാകാം. അവ മതപരമായ പൂജകളാവാം, ആധ്യാത്മികമായ പ്രഭാഷണങ്ങളാവാം, ഭൗതിക വസ്തു സമർപ്പണമാവാം, സാംസ്കാരിക തപസ്സരങ്ങളാവാം, കലാസൃഷ്ടികളാവാം. മതപരമായ വഴിപാടുകളിൽ ഏറ്റവും പ്രധാനം ഭജനയാണ്. രോഗശാന്തിക്കായി ആതുര ഭജനം, സുഖപ്രസവത്തിനായി ഗർഭകാല ഭജനം, ആയുരാരോഗ്യ സൗഖ്യത്തിന് നിത്യഭജനം എന്നിവ. മേൽപ്പത്തൂരിന് വാതരോഗം ശമിപ്പിച്ചത് ആതുര ഭജനം മൂലമാണ്. നിത്യഭജനത്തിന് ഭജനമിരിക്കാൻ ദിവസം മുഴുവൻ ക്ഷേത്രത്തിൽ കഴിയുകയും 12 ദർശനങ്ങളിലും പൂജകളിലും ഭാഗമാകുകയും വേണം. ഇവ കൂടാതെ തിങ്കൾ ഭജനവും മണ്ഡലകാല ഭജനവും ശയനപ്രദക്ഷിണവും ഉണ്ട്. ഭൗതിക വസ്തുക്കളായി സമർപ്പിക്കുന്ന വഴിപാടുകളിൽ പ്രധാനം പുഷ്പം കൊണ്ടും തുടർന്ന് മന്ത്രം കൊണ്ടും ഭഗവാനുള്ള അർച്ചനയാണ്. കൂടാതെ പാൽ, പനിനീർ, ഇളനീർ, കളഭം, പഞ്ചഗ്രവ്യം മുതലായവ കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്താറുണ്ട്. ചന്ദനം ചാർത്തിയും മാലകൾ അണിയിച്ചും ആഭരണങ്ങൾ നൽകിയും ഭഗവാനെ ആരാധിക്കാം. ഈ 3 വിധത്തിലുള്ള ആരാധനയും അർച്ചന, അഭിഷേകം, അലങ്കാരം ഭക്തനെ പ്രതിനിധീകരിച്ച് മേൽശാന്തിയാണ് ചെയ്യുക. ഭഗവാന് ഭൗതിക ആഡംബര വസ്തുക്കൾ സമർപ്പിക്കുക എന്നതാണ് മറ്റൊരു വഴിപാട്. പലവിധത്തിലുള്ള ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ മുതലായവ ഭഗവാന് ഭക്തർ സമർപ്പിക്കാറുണ്ട്. സ്വർണം, വെള്ളി, പിച്ചള, ഊട് എന്നിവയുണ്ടുള്ള വിളക്കുകൾ, ആനക്കുടങ്ങൾ, സംഗീതോപകരണങ്ങളായ വീണ, വേണു, മൃദംഗം, ശംഖ്, തമ്പുരു എന്നിവ ഇവയിൽ ചിലത് മാത്രം. കൊച്ചി നഗരമധ്യത്തിലുള്ള 10 കോടിയിലേറെ വിലമതിക്കുന്ന 14.5 സെൻറ്റ് സ്ഥലം 1954 ഗുരുവായൂർ ഭക്തനായ പരമേശ്വരയ്യനും ഭാര്യ വല്ലമ്മാളും എഴുതിവെച്ച വിൽപ്പത്രത്തിൽ ദേവന് സമർപ്പിച്ചിട്ടുള്ളതാണ്. പശു, കുതിര, മയിൽ, ആന മുതലായ ജീവനുള്ള വസ്തുക്കളും വഴിപാട് ഗണത്തിൽപ്പെടുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി വെള്ളിയിൽ തീർത്ത ആൾരൂപങ്ങളും അവയവ അംഗമാതൃകകളും വഴിപാട് വസ്തുക്കളാണ്. പലവിധത്തിലുള്ള നിവേദ്യങ്ങൾ, പാൽ, പഞ്ചസാര, ശർക്കര, നെയ്യ് എന്നിവയിൽ തയ്യാറാക്കപ്പെട്ടത് ഭക്തർക്ക് ശീട്ടാക്കാം. അഷ്ടമിരോഹിണി നാളിൽ 50,000-ൽ പരം നെയ്യപ്പമാണ് വഴിപാടായി ശ്രീലകത്തെത്തുന്നത്. ശ്രീലകം നെയ്യപ്പം കൊണ്ട് നിറയുന്ന അത്യപൂർവ കാഴ്ചയാണത്. ഭഗവാനായി വഴിപാടായി സമർപ്പിച്ച വസ്തുക്കളുടെ വൈവിധ്യം രസാവഹമാണ്. പോലീസ് തൊപ്പി മുതൽ വലംപിരി ശംഖ് വരെ, മഞ്ചാടിക്കുരു മുതൽ ആനയും മോട്ടോർ വാഹനവും വരെ ഗുരുവായൂർ വഴിപാടായി ലഭിച്ചിട്ടുണ്ട്. ടാൻസാനിയയിൽ നിന്ന് 1/2 മീറ്റർ നീളവും 1 ലിറ്റർ വെള്ളം കൊള്ളുന്നതുമായ ഒരു വലംപിരി ശംഖ് ഭഗവാന് വഴിപാടായി ലഭിച്ചിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ളതിൽ ഏറ്റവും വലുപ്പമേറിയ വലംപിരി ശംഖും ഭഗവാന് പ്രിയപ്പെട്ടത് തന്നെ. മാപ്പിള കലാപത്തിൽ നിന്ന് രക്ഷ നേടിയതിന് അന്നത്തെ നിലമ്പൂർ രാജാവ് ഭഗവാന് സമർപ്പിച്ചതാണ് ഗുരുവായൂർ കേശവൻ എന്ന പ്രഖ്യാതനായ ഗജരാജ ശ്രേഷ്ഠനെ. കർക്കിടപ്പുലരിയിൽ കണ്ണന് കാണിക്കയായി 6 തട്ടുകൾ വീതമുള്ള 7 കിലോ തൂക്കം വരുന്ന വെള്ളി മാലവിളക്കുകളും കണ്ണന് വഴിപാടായി ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര പുനർനിർമ്മാണവും ശ്രീകോവിൽ സ്വർണം പൂശലും അന്നഹാളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വരെ വഴിപാടായി കിട്ടുന്നു. ചുരുക്കത്തിൽ എന്തുമേതും സർവസ്വവും ഭഗവാന് സമർപ്പിക്കും. കൃഷ്ണനാട്ടം കളിയും നാരായണ ഭാഗവത സപ്താഹവും വഴിപാടുകളായി കണക്കാക്കാം. പ്രശസ്ത കലാകാരന്മാർ തങ്ങളുടെ കലാപ്രകടനങ്ങൾ, താളം, വാദ്യം, നൃത്തം, ആലാപനം വഴിപാടായി ഭഗവാന് സമർപ്പിക്കാനുണ്ട്. സേവ എന്ന പേരിലാണ് അവ അറിയപ്പെടുന്നത്. ചെമ്പേ ഭാഗവത ഏകാദശി ദിവസത്തിൽ തൻ്റെ കച്ചേരി ഭഗവാന് വഴിപാടായി നടത്തിയിരുന്നു. ചെമ്പേ സംഗീതോത്സവത്തിലെ ആലാപനങ്ങളും ഭഗവാങ്കൽ
സമർപ്പിക്കുന്ന കാണിക്കയാണ്. പല കലാകാരികളും വ്യക്തികളും തങ്ങളുടെ അരങ്ങേറ്റം ഗുരുവായൂർ നടയിൽ വഴിപാടായി അവതരിപ്പിക്കാറുണ്ട്. ഗുരുവായൂരിൽ ഏറ്റവും ജനകീയമായ വഴിപാടായി കരുതാവുന്നത് വിവാഹവും ചോറൂണും തുലാഭാരവുമാണ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പട്ടിണിയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടിയാണ് കുട്ടികളുടെ അന്നപ്രാശ്യം ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താറുള്ളത്. നിരവധി വിവാഹങ്ങൾക്ക് ഗുരുവായൂർ കിഴക്കേ നട വേദിയാകാറുണ്ട്. പക്ഷേ ഗുരുവായൂർ വിവാഹങ്ങൾക്ക് നിയമപ്രാബല്യമില്ല. നഗരസഭയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർക്ക് നിയമസാധ്യത ഉള്ളൂ എന്ന കാര്യം ചിന്തനീയമാണ്. വിവാഹം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. മറ്റു പ്രധാന വഴിപാടായ തുലാഭാരം നടത്തുമ്പോൾ ഭക്തർക്ക് തുല്യ ഭാരത്തിലുള്ള വസ്തുക്കൾ, ശർക്കര, പഞ്ചസാര, പഴം, വെണ്ണ എന്ത് വേണമെങ്കിലും ഭഗവാന് സമർപ്പിക്കാം. ഈ വഴിപാടുകൾ ദേവസ്വത്തിൻ്റെ ഭൗതിക സ്വത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ക്ഷേത്ര പ്രസിദ്ധിയും പ്രഭാവവും ബിംബ തേജസ്സും അധികരിക്കുക കൂടി ചെയ്യുന്നു. താലികെട്ട്, ചോറൂണ് മുതലായ വഴിപാടുകൾ സാമൂഹ്യ കൂട്ടായ്മയ്ക്ക് വഴിയൊരുക്കുന്നു. ആ അർത്ഥത്തിൽ അവ പ്രാധാന്യവുമാണ്. കൃഷ്ണനാട്ടം കളി, പുരാണ പാരായണം മുതലായ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. വഴിപാട് സാമഗ്രികളായ ആൾരൂപങ്ങൾ, ലോക്കറ്റുകൾ, ചിത്രങ്ങൾ എന്നിവ അനുബന്ധ കലകളെ പ്രോത്സാഹിപ്പിക്കുന്നു. കാര്യസാധനത്തിന് ഭഗവാന് നൽകുന്ന കൈക്കൂലിയായിട്ടല്ല, ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയായിട്ടല്ല ഈ വഴിപാടുകളെ നാം കാണേണ്ടത്. പ്രസ്തുത ഭക്തൻ തങ്ങൾക്ക് അമൂല്യമായി കരുതുന്ന വസ്തുക്കൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ, പരിശുദ്ധിയോടെ, ഭക്തിപുരസ്സരം ഭഗവാനെ കാണിക്കുകയെ അർപ്പിക്കുകയാണ്. ഏതു രീതിയിൽ വീക്ഷിച്ചാലും ആധുനിക കാലഘട്ടത്തിൽ സാമൂഹിക, സാമ്പത്തിക, കലാ, സാംസ്കാരിക രംഗങ്ങളിൽ ഗുരുവായൂർ വഹിക്കുന്ന ശുഭസൂചകമായ പങ്കിനെയാണ് ഇവ വിളംബരം ചെയ്യുന്നത്.